രേഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, അതായത് മലയാള സിനിമയിലെ ആദ്യ സൂപ്പർ സ്റ്റാറിൻ്റെ ഉദയം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കറിയാം മമ്മൂക്കയെക്കുറിച്ച്. മമ്മൂക്കയാണ് മലയാള സിനിമയിലെ ആദ്യ സൂപ്പർ സ്റ്റാർ. അതായത് ഏതാണ്ട് 1971 അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഒരു ചെറിയ വേഷത്തിലെത്തുകയും അതായത് രണ്ടിലേറെ റീടേക്കുകൾ തന്നെ അദ്ദേഹത്തിന് അതിന് വേണ്ടി വന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് 1973 കാലചക്രം എന്ന് പറയുന്ന സിനിമയ്ക്കകത്തും പിന്നീട് പൂർത്തിയാകാത്ത ദേവലോകം എന്ന് പറയുന്ന സിനിമ 78-79 കാലഘട്ടത്തിൽ ഈ 3 സിനിമകൾക്കും ശേഷം 1980 വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്ത് പ്രധാനപ്പെട്ട വേഷങ്ങളിലൊന്നായിട്ടുള്ള മാധവൻ കുട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെയാണ് മമ്മൂക്ക സിനിമയിൽ സജീവമായത്. പിന്നീട് നമുക്കറിയാം സ്ഫോടനം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അന്തരിച്ചു പോയ നടൻ ജയന് വേണ്ടിയിട്ടും സുകുമാരന് വേണ്ടിയിട്ടും മാറ്റി വെച്ചിരുന്ന വേഷങ്ങളിൽ ജയൻ്റെ മരണത്തോടുകൂടി ജയൻ്റെ റോളിലേക്ക് സുകുമാരൻ വരികയും സുകുമാരന് വേണ്ടി മാറ്റി വെച്ചിരുന്ന റോളിലേക്ക് മമ്മൂക്ക എത്തുകയും ചെയ്തു. പിന്നീട് അഹിംസ എന്ന് പറയുന്ന ഒരു ചിത്രം, അഹിംസ എന്ന് പറയുന്ന ചിത്രത്തിനകത്ത് നമുക്കറിയാം സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച സഹനടനുള്ള അവാർഡ് നേടിയാണ് മമ്മൂക്ക ആദ്യമായിട്ട് അവാർഡ് നേടാനുള്ള ഒരു തുടക്കമിട്ടത്. ഇതിനിടയിൽ നമുക്കറിയാം തൃഷ്ണ എന്ന് പറയുന്ന ചിത്രം, മമ്മൂക്ക ആദ്യമായിട്ട് നായകനായിട്ടുള്ള തൃഷ്ണ 1981 മറ്റോ റിലീസ് ചെയ്തിട്ടുള്ള തൃഷ്ണ എന്ന് പറയുന്ന സിനിമ മമ്മൂക്ക ആദ്യമായിട്ട് നായകനായിട്ടുള്ള, മമ്മൂക്കയും സ്വപ്നയും നായകനും നായികയായിട്ട് അഭിനയിച്ച സിനിമ, ഐ വി ശശി ഡയറക്റ്റ് ചെയ്ത സിനിമ. അതിനൊക്കെ ശേഷം പിന്നീട് മമ്മൂക്കയുടെ ഒരു യാത്ര ഇങ്ങനെ തുടരുന്ന സമയത്താണ് മമ്മൂക്കയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാവുന്ന ഒരു 2-3 ഒരുപാട് സിനിമകളുണ്ടെങ്കിലും നമുക്ക് ആദ്യകാലത്ത് എടുത്തു പറയാവുന്ന കുറച്ച് സിനിമകളുടെ കൂട്ടത്തിൽ ആ രാത്രി എന്ന് പറയുന്ന സിനിമ, അതായത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും ആദ്യമായിട്ട് 1 കോടി രൂപ, അതായത് 82-83 കാലഘട്ടത്തിൽ 1 കോടി രൂപ ഒരു സിനിമയ്ക്ക് കളക്ഷൻ വരുന്നതെന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാലഘട്ടം. നമുക്കറിയാം തിയേറ്ററുകളിലെ തന്നെ ടിക്കറ്റ് നിരക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന ടിക്കറ്റ് നിരക്ക് ഏതാണ്ട് 5 രൂപയും അല്ലെങ്കിൽ 4 രൂപയും 3 രൂപയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ 1 കോടി രൂപ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല 82-83 കാലഘട്ടങ്ങളിൽ. അപ്പം ആ രാത്രി എന്ന് പറയുന്ന സിനിമ രവി എന്ന ക്യാരക്ടറിലൂടെ മമ്മൂക്കയുടെ സിനിമയ്ക്ക് ക്യാരക്ടർ രവി. അതുപോലെ നമുക്കറിയാം സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ്, മമ്മൂക്ക ഏറ്റവും കൂടുതൽ രീതിയിൽ അതായത് സൂപ്പർ താരം എന്നുള്ള രീതിയിൽ മമ്മൂക്കയെ ഉയർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും അദ്ദേഹത്തിന് ശക്തമായിട്ടുള്ള അഡ്വക്കേറ്റ് ജയമോഹൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു കഥാപാത്രം, മിഴിയിൽ മീൻ പിടഞ്ഞു എന്നൊക്കെ പറയുന്ന ബുൾബുൾ മൈന എന്നൊക്കെ പറയുന്ന പാട്ടുകൾ അടങ്ങിയിട്ടുള്ള ആ അതിമനോഹരമായിട്ടുള്ള ഒരു സിനിമയും അതിമനോഹരമായിട്ടുള്ള കുറേ ഗാനങ്ങൾ അടങ്ങിയിട്ടുള്ള മമ്മൂക്കയുടെ സന്ധ്യയ്ക്ക് വിരിഞ്ഞ് പോകും എന്ന് പറയുന്ന സിനിമ PG വിശ്വംഭരൻ ഡയറക്റ്റ് ചെയ്ത് മമ്മൂക്കയും സീമയും നായകനും നായികയായിട്ട് അഭിനയിച്ച സിനിമ. പിന്നീട് നമുക്കറിയാം ഇതിനൊക്കെ ശക്തി പകരുന്ന രീതിയിൽ, അതായത് മമ്മൂക്ക ഈ പറഞ്ഞ കണക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് മമ്മൂക്ക എത്തിച്ചിരിക്കുന്ന ഐ വി ശശി ഡയറക്റ്റ് ചെയ്ത അതിരാത്രം, അതിനകത്ത് താരാദാസ് എന്ന് പറയുന്ന മമ്മൂക്കയുടെ ക്യാരക്ടർ. ഇന്ന് നമുക്കറിയാം മമ്മൂക്കയുടെ അതിനകത്ത് ഒരു ഇൻട്രൊഡക്ഷൻ സീൻ എന്ന് തന്നെ പറയുന്നത്. കാര്യം ലാലേട്ടൻ്റെ കഥാപാത്രം വന്ന് മമ്മൂക്കയോട് ചോദിക്കുമ്പോഴത്തേക്ക് താരാദാസ് എന്നാണ് പേരെന്നും സ്മഗ്ലിംഗ് ആണ് ജോലി എന്നും മമ്മൂക്ക പറയുന്ന ആ ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഈ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ചില സിനിമകളാണ് മമ്മൂക്ക എന്ന് പറയുന്ന നടനെ നമുക്ക് സൂപ്പർ താര പദവിയിലേക്ക് കൊണ്ടുവരുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചെന്ന് പറയുന്നത്. കാര്യം ആ 81 മമ്മൂക്ക നായകനായി പിന്നീടുള്ള ഈ സിനിമകളൊക്കെ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് ഏതാണ്ട് 86 വരെ മമ്മൂക്കയ്ക്ക് കാര്യമായിട്ടുള്ള എതിരാളികളൊന്നും ഇല്ലാതെ മമ്മൂക്ക മുന്നോട്ട് വന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയത്തക്ക ഈ സിനിമകളുടെ കാലഘട്ടത്തിൽ ഈ പറയുന്ന ഒരുപാട് സിനിമകൾക്കകത്ത് ആ കാലത്തിൽ ലാലേട്ടൻ മമ്മൂക്കയോടൊപ്പം സഹനടനായിട്ടും വില്ലനായിട്ടും ഒക്കെ ഒരുപാട് സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അത് പിന്നീടാണ് 1986 ലാലേട്ടൻ രാജാവിൻ്റെ മകൻ എന്ന് പറയുന്ന സിനിമയിലൂടെ ലാലേട്ടൻ ഒരു സൂപ്പർ സ്റ്റാറായി മാറി. അത് പിന്നീട് സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ട്, മലയാള സിനിമയിലെ 2ാമത്തെ സൂപ്പർ സ്റ്റാർ ഉദയം ചെയ്തു എന്ന് പറയുന്ന ഒരു വാക്ക് സുരേഷ് ഗോപി തന്നെ പിന്നീട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. 3ാമത്തെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയാണെന്ന്. ഈ 3 സൂപ്പർ സ്റ്റാറുകളാണ് മലയാള സിനിമയ്ക്ക് ഉള്ളതെന്ന് നമുക്കറിയാം. പിന്നെ മമ്മൂക്കയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു വരാനാണെങ്കിൽ 86 എന്ന് പറയുന്ന വർഷം അദ്ദേഹത്തിന് അത്ര നല്ല വർഷമായിരുന്നില്ലെങ്കിലും 87 ന്യൂഡൽഹി എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ അദ്ദേഹം വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വരികയും പിന്നീട് എനിക്ക് തോന്നുന്നു ആൺകിളിയുടെ താരാട്ട് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പോ മറ്റോ ഉള്ള ഒരു ഗൾഫ് പ്രോഗ്രാമിന് ഇടയ്ക്കാണ് കൊച്ചിൻ ഹനീഫ ആദ്യമായിട്ട് മമ്മൂക്കയെ മെഗാസ്റ്റാർ എന്ന് വിശേഷിപ്പിച്ചതെന്നൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്ത് വായിച്ചിട്ടുണ്ട്. അടുത്ത കാലത്തല്ല, വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ ഗൾഫ് ഷോയ്ക്കിടെ മെഗാസ്റ്റാർ. അതോടുകൂടിയാണ് അന്നത്തെ പ്രധാനപ്പെട്ട സിനിമാ പ്രസിദ്ധീകരണങ്ങളായിട്ടുള്ള വെള്ളി നക്ഷത്രം, ചിത്രഭൂമി പോലുള്ള ആൾക്കാർ, നാനാക്ക പോലുള്ള ആൾക്കാർ, അന്ന് എനിക്കൊന്ന് വെള്ളി നക്ഷത്രം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, എനിക്ക് ചിത്രഭൂമി നാനയൊക്കെയാണ് ആ കാലഘട്ടത്തിൽ. വെള്ളി നക്ഷത്രം എനിക്കൊന്ന് കുറച്ചുകൂടെ കാലങ്ങൾക്ക് ശേഷമാണ് വന്നത്. അപ്പം അവരൊക്കെ മമ്മൂക്കയെ മെഗാസ്റ്റാർ എന്ന് വിശേഷിപ്പിച്ച് തുടങ്ങിയതുമൊക്കെ നമുക്കറിയാം. പിന്നീട് ഇങ്ങോട്ട് മലയാള സിനിമയിൽ മമ്മൂക്കയുടെ ഒരു കാലഘട്ടമായിരുന്നു. 86 മുതൽ മമ്മൂക്കയ്ക്കൊപ്പം ലാലേട്ടനും ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ കണക്ക് അവർ രണ്ടുപേരും ചേർന്ന് ഒരു മമ്മൂട്ടി യുഗം അല്ലെങ്കിൽ ഒരു ലാൽ യുഗം എന്നുള്ള രീതിയിൽ കൂടെ
അവർ മുന്നോട്ട് പോയിക്കുവരിക. അപ്പം നമുക്കറിയാം ഇപ്പോൾ ലാലേട്ടൻ 86 സൂപ്പർ സ്റ്റാർ ആവുന്നതിന് മുമ്പ് ഉള്ള കാലഘട്ടങ്ങളിൽ ശരിക്കും ഒരു മമ്മൂട്ടി യുഗം തന്നെയായിരുന്നു. കാര്യം മമ്മൂക്കയോട് വരവോടുകൂടിയാണ് ഇപ്പം ആദ്യം നമുക്കറിയാം ഇപ്പം പ്രേം നസീറിനും സത്യനും മധുവിനും ഒക്കെ ശേഷം മലയാള സിനിമയിൽ വിൻസെന്റും രാഘവനും ഒക്കെ ചേർന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നത് നമുക്കറിയാം. അതിനുശേഷം സോമനും സുകുമാരനും അതോടൊപ്പം രതീഷും ഒക്കെ അടങ്ങിയിരുന്ന ഒരു കാലഘട്ടം. അവിടുന്നാണ് പിന്നെ ഒരു മമ്മൂട്ടി യുഗം തന്നെ തുടങ്ങുന്നത്, ഏതാണ്ട് 86 വരെയും. 86 ശേഷവും ഈ പറഞ്ഞ കണക്ക് മമ്മൂക്കയുടെ സ്ഥാനത്തിനകത്ത് യാതൊരുവിധ മാറ്റങ്ങളും ഇല്ലാതെ മമ്മൂക്ക അന്നത്തെ പോലെ ഇന്നും തുടരുമ്പം മമ്മൂക്കയുടെ ഒപ്പം അപ്പുറത്തെ സൈഡിൽ വന്നിരിക്കുന്ന ആൾക്കാർ പലരും മാറി 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 വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ കണക്ക് 86 ലാലേട്ടനും മമ്മൂക്കയോടൊപ്പം വരാൻ തുടങ്ങിയിട്ട് മമ്മൂക്കയും ലാലേട്ടനും ചേർന്നാണ് മലയാള സിനിമ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലാലേട്ടൻ ഈ അടുത്ത കാലത്ത് വലിയ വിജയങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ കണക്ക് അവർ രണ്ടുപേരും മലയാള സിനിമയിലെ രണ്ട് പ്രതാപശാലികളായ രണ്ട് നടന്മാരായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനി ഒരുപാട് വർഷങ്ങൾ മമ്മൂക്ക ഇതുപോലെ മുന്നോട്ട് പോട്ടെ. മമ്മൂക്കയ്ക്ക് നമുക്കറിയാം ഇതിനിടെ തന്നെ മമ്മൂക്കയ്ക്ക് എത്രയോ പേരുകൾ, ജെന്റിൽമാൻ ഹീറോ, സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ, ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളിലൂടെ മമ്മൂക്ക മലയാള സിനിമ രംഗത്ത് അദ്ദേഹത്തിൻ്റെ ആരാധകരും മാധ്യമപ്രവർത്തകരും അല്ലെങ്കിൽ സിനിമാ പ്രേമികളായിട്ടുള്ള ആൾക്കാരല്ലാതെ അന്യഭാഷയിലുള്ള ആൾക്കാർ പോലും അദ്ദേഹത്തിനെ പല പല പേരുകളിലൂടെ ആദര സൂചകമായിട്ട് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയും പുതിയ നല്ല വിശേഷണങ്ങളുമായിട്ട് നമുക്ക് ഇനിയും ഒരുപാട് ദൂരം ഇതുപോലെ സഞ്ചരിക്കട്ടെ നമുക്ക് ആഗ്രഹിക്കാം. താങ്ക്